എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവറിബഡി. അതായത് നമ്മള് ഇപ്പോഴും നമ്മുടെ മൂന്നാർ തന്നെയാണ്. നമ്മുടെ ഏത് ഹോട്ടലാണ്? ഗ്രീൻ ടീ ഹോട്ടൽ തന്നെയാണ്. അവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ഉണ്ട്. അപ്പൊ നമ്മൾ ഓംലേറ്റും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ട്രിപ്പിന്റെ അവസാന ദിവസമാണ്. അപ്പൊ ഞങ്ങള് കാൽവരി മൗണ്ട് ആ റൂട്ടൊക്കെ ഒന്ന് കയറി നമ്മൾ വാഗമൺ ഇറങ്ങി ആ റൂട്ടിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ. ഇന്ന് ട്രിപ്പൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളി ട്രിപ്പായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സന്ദർഭങ്ങളും വളരെ വിരളമായിട്ടേ കിട്ടുന്നുള്ളൂ. അത് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നേരെ കാൽവരി മൗണ്ട് കയറി വാഗമൺ കൂടി കോട്ടയം. നമ്മളിന്ന് രാവിലെ വെച്ച് വിലക്കല്ലേ? നമ്മള് പ്ലാന് വട്ടവടയായിരുന്നു, അതിപ്പം മാറ്റി ഇനി ഇറങ്ങാൻ പോകും. നല്ല ദൂരമായിരിക്കും, ഓടിയെത്താൻ പ്രയാസമായിരിക്കും. അനുവിന് മാത്രം ബുൾസൈ. ഈ ബുൾസൈ എന്ന് പറഞ്ഞ എന്താന്ന് അർത്ഥം തന്നെ അറിയാം? പോത്തിന്റെ കണ്ണ്. അതെന്നെ സംഭവം ബുൾസൈ. ഈ വണ്ടി കണ്ടില്ലേ? ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് റോഡ് വഴി ടൂറിസ്റ്റുകളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന KSRTCയുടെ ബസ്സാണ്. നല്ല വ്യൂ ആണ്. ഇവരെ ഓരോ പോയിന്റിൽ ഇറക്കി ഡ്രൈവർ കണ്ടക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഭയങ്കര രസമുണ്ട് ഇത് കാണാനായിട്ട്. കണ്ടില്ലേ? നല്ല രസമാണ്. നമ്മൾ പല വണ്ടികൾ ഇങ്ങനത്തെ കണ്ടല്ലേ, ഇങ്ങനെ ഡബിൾ ഡെക്കർ വണ്ടികൾ. നല്ല രസമുണ്ട് കാണാൻ. ഒരു വണ്ടിയുള്ളല്ലേ? അതാ ഈ വണ്ടി അല്ലേ? ഡബിൾ ഡെക്കർ. മോളിൽ 400, താഴെ 200, അങ്ങനെ പറയും. ഈവനിങ്ങിൽ നല്ല സുഖമായിരിക്കും മോളിൽ. ഓക്കെ. എത്ര വണ്ടികളാണ് ഇത്? മൂന്ന് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. രാവിലെ ഒരെണ്ണം 12:00, പിന്നെ വൈകിട്ട് ഈവനിങ് എല്ലാം കണ്ടത് 3 മണിക്കുണ്ടോ? അതിനാണ് കൂടുതൽ ആൾക്കാരുള്ളത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ എവിടെ ഇടുക്കി ആ സൈഡിലോട്ട് പോകുന്ന വഴിയാണ്. ഉടുമ്പൻചോല അതുവഴി കയറിപ്പോകുന്ന വഴി. അപ്പം ഈ ഒരു വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നുണ്ട്. ഭയങ്കര രസം. നമ്മൾ പെട്ടെന്ന് ചോദിച്ചു, അനു പറഞ്ഞത് ഇത് ഈ സാധനം ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ അത് ഒന്ന് ഒന്ന് എടുക്കാൻ വേണ്ടി പോകാൻ. ആഴെ സൂപ്പർ, നല്ല രസമാണ്. ആ പൂക്കൾ സത്യം ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ തൂങ്ങി താഴോട്ട് കിടക്കുന്നല്ലേ? നാട്ടുപുറത്ത് ചിലയിടത്തൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. അടിപൊളി, നല്ല രസമാണ്. ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് മയിലാടുംപാറ എന്നൊരു സ്ഥലത്താണ്. ഞങ്ങൾ ഇതുവഴി പോയപ്പോഴത്തേക്ക് കണ്ട മനോഹരമായ ഒരു ചർച്ച്, അതായത് വേളാങ്കണ്ണി മാതാ ചർച്ച് മയിലാടുംപാറ. ഞാൻ ഇതുവഴി പണ്ട് പോയിട്ടുള്ളതാണെന്ന് എനിക്ക് ഓർമ്മ, പക്ഷേ അന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഈ പള്ളിയൊക്കെ പുതുക്കി പണിതെന്ന് എനിക്ക് നല്ല രസമുണ്ട് കാണാൻ. അകത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു. വളരെ മനോഹരമായൊരു പള്ളി അല്ലേ? നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പള്ളിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഇതുവഴി പോകുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും ഇതൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അടിപൊളി ഒരു പള്ളി. അപ്പം നമ്മളിത് വളവും തിരിയും വളഞ്ഞ ഏലക്കാടുകളെ ഹെയർ പിന്ന് ഭയങ്കര കൂടുതലായിരുന്നു. അതെ. ഈ റൂട്ട് ഞാൻ അധികം വന്നിട്ടില്ല. അപ്പം കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇടുക്കി ഡാമിന്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ കാണാമെന്നാണ് തോന്നുന്നത്. ഏതായാലും നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് പോകാം, ഇല്ലെങ്കിൽ നഷ്ടമാണ് അല്ലേ? അല്ലേ സാറേ? എക്കോ ടൂറിസം. അതെ. എന്നാ രസം അത് കാണാൻ അല്ലേ? ഭയങ്കര രസമാണ് പള്ളി കാണാൻ. എനിക്കൊന്ന് ഗീറൂസ് നോളജിൻ്റെ പള്ളിയാണ്. ഭയങ്കര രസമുണ്ട്. സബ്ജക്റ്റ് കറക്ഷനാണ്, ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല ഏതായാലും. പക്ഷെ നല്ല രസമുണ്ട്. അതുപോലെ തേയിലയും അല്ലേ? അത് എന്നെ എഴുതി വെച്ചേക്കുന്ന ഒരു കിത്താൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്തോ ഒരു അക്ഷരം. നമ്മൾ മണ്ടയ്ക്ക് വന്നേക്കാണ്. ഇങ്ങോട്ട് വന്ന വഴിക്ക് ചെറിയൊരു ജർക്കിങ് കൊടുക്കും വണ്ടിക്ക് അല്ലേ? വണ്ടി ചെറിയ പാറ, ഞാൻ ഓർത്ത് ഇച്ചിരി പണിയാവുന്ന ഓർത്ത്. പക്ഷെ നമ്മുടെ മിനി ഓഫ് റോഡ് ഇതല്ലേ കാൽവരി മൗണ്ട് ഇക്കോ ടൂറിസം വാലി ഓഫ് വണ്ടേഴ്സ്. നമുക്ക് അതിൽ മുകളിലോട്ടൊന്ന് പോയി നോക്കാം. ഇത് തൊട്ടടുത്ത ഇടുക്കി ഡാം കണ്ടില്ലേ? ഇടുക്കി ഡാം, ബോട്ടിങ്, പെരിയാർ, കെടുവ സംഘം 42 കിലോമീറ്റർ, ഇരവികുളം നാഷണൽ പാർക്ക്, മൂന്നാർ 63, പൈൻ ഫോറസ്റ്റ്, വാഗമൺ 55, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പീക്ക് പോയിന്റ് ആണ്. നമുക്ക് അതിൽ മുകളിലോട്ട് പോകാം. ഇവിടുന്നാണ് അകത്തോട്ട് പോകുന്നത്. അനുവേ കണ്ടോ? അങ്ങോട്ട് നോക്കൂ. മനോ, ഇത് കണ്ടോ? എന്നാ സ്ഥലമാണ് ഇത്.
ഞാൻ ആദ്യമായിട്ട് കേട്ടോ. മൺസൂണിലാണ് ഇച്ചിരി പൊളിക്കും. എന്നാ പറയുക, ഈ ചെറിയ മിസ്റ്റൊക്കെ ഇങ്ങനെ പൊങ്ങുന്നത്. അത് മൂന്നാറല്ലേ ഇവിടെ ഉണ്ടെന്നോ എനിക്കറിയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഇത് ഇടുക്കി ഡാമിന്റെ ഭാഗങ്ങൾ ഇതെല്ലാം ഇടുക്കി ഡാമിന്റെ പ്രദേശങ്ങളാണ് ഇത് മുഴുവൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഭയങ്കര ലുക്ക്, ഹെവി ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അന്യ ലുക്ക്. ഡാമിന്റെ ഭാഗമല്ലേ? അതെ അതെ, ഡാമിന്റെ ഇടുക്കി ജലാശയമാണ് ഈ കാണുന്നത്. എന്നാൽ കൊച്ചു പിള്ളേർക്കുള്ള അതായത് കയറി അങ്ങ് താഴെ ഡാമിൽ ചെല്ലരുത്, ദൈവത്തെ ഓർത്ത് കേട്ടല്ലോ. കൊച്ചു പിള്ളേർക്കുള്ള സാധനം. നമ്മളിപ്പോ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു പിള്ളേരാവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. അത് കറക്റ്റായ ഒരു കാര്യം അല്ലേ? അത് നമ്മൾ ഇങ്ങനെ യാത്ര പോകുമ്പം സത്യം അല്ലേ വിനിജ? നമ്മൾ കൊച്ചു പിള്ളേരായി മാറുക അതാണ് ഏറ്റവും വലിയ സംഭവം. അതെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഫുഡ് കഴിക്കാൻ സമയമായി, മനോജ് പറഞ്ഞു. അപ്പൊ നമുക്ക് എവിടെയും പോയി കഴിച്ചാലോ? ഓക്കെ അല്ലേ? വാ എന്നാ പോയേക്കാം. ഇടുക്കിയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലൊക്കെയുള്ള കാപ്പിത്തോട്ടങ്ങൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അതായത് റോബസ്റ്റ കാപ്പി അല്ലേ, അതുപോലൊക്കെയാണ് കാപ്പി മുഴുവൻ ഇങ്ങോട്ട് വരുന്ന വഴി. നമ്മൾ കാപ്പി കൂടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത് അല്ലെ. ഇതുമായിട്ട് നടന്ന ഈ റൂട്ട് വന്നപ്പോൾ നമ്മുടെ അവിടെ ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു അപ്പോഴത്തേ എല്ലാവരും ചോറ് കഴിക്കാൻ റെഡിയായി. അല്ലേ ചോറ് കഴിക്കണം. മോൻ്റെ പേരനെ മോൻ്റെ കടയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നല്ലൊരു കട അല്ലേ, നമുക്ക് പറ്റിയൊരു ഷോപ്പ്. നമ്മളിങ്ങനെ ചോറിന് വേണ്ടി വന്നപ്പോഴത്തേക്ക് അടിപൊളി ഒരു കട, ഒരു നല്ല സ്ഥലവും, അതും ചോറ്. മനോജ് നിനക്ക് ഇഷ്ടമുള്ള ചോറ് അതൊക്കെ ധൈര്യമായിട്ട് നമ്മൾ സേവ് ചെയ്തു. നമ്മളെ ചോറ് കിട്ടി. ഇത്രയും നാളെ നമ്മൾ ഓടിപ്പോയി ഇപ്പോഴും നല്ല ഊണ് കഴിക്കുന്നത് അല്ലേ. ഇതാണ് എന്റെ ഹൈലൈറ്റ്. വീട്ടിലൂണെന്ന് പറയുന്നത് അടിപൊളി സംഭവം. ഫുഡൊക്കെ കഴിച്ചു അല്ലേ. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇനി പോകുന്ന വഴി ചില കാഴ്ചകളൊക്കെ കാണുമായിരിക്കും അല്ലേ. ഏതായാലും പോവാം. നല്ലൊരു കട, അച്ചൂസ്. നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ ഒരു കട അല്ലേ. സൂപ്പർ. നമുക്ക് പോയാലോ? നമ്മളിതേ കട്ടപ്പന എത്തി. വെള്ളയാങ്കുടി ആ റൂട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് വാഗമണ്ണാണ്. വാഗമണ്ണ് ഇവിടെ ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. ഇവിടെയൊക്കെ അങ്ങ് വികസിച്ചു പോയി അല്ലേ, ഭയങ്കരമായിട്ട്. ഈ റൂട്ടൊക്കെ വന്നിട്ട് എത്ര നാളാണെന്നറിയോ. അതാണ് ഒരു വികസനം. പിന്നെ പ്രത്യേകിച്ച് നമ്മളിവിടെ നോക്കാൻ നല്ല റോഡുകളുണ്ട്. പിന്നെ നല്ല ഒരു ഈ റോഡിലൊന്നും അധികമേ കുപ്പികളോ അങ്ങനൊന്നുമില്ല. വേസ്റ്റൊക്കെ വളരെ കുറവാണ്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററിനുണ്ട് നമ്മുടെ എവിടെ, കുട്ടിക്കാനത്ത്. അപ്പോൾ കുട്ടിക്കാനത്ത് ചെന്നിട്ട് ചായ ആയാലും കുടിക്കണം അല്ലേ. ഓക്കെ. അനു സാറേ, രാത്രിയിൽ ഇവിടെ വരാൻ പേടിയുണ്ടോ? കാരണം ഒരു ഭീകരമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന കുട്ടിക്കാനത്താണ്. ഇതിൻ്റെ പേര് അമ്മച്ചി കൊട്ടാരമാണ്. അതായത് 19th സെഞ്ച്വറിയിലെ നമ്മുടെ മൂലം തിരുനാൾ രാജാവ് അദ്ദേഹത്തിൻ്റെ സമ്മർ ഹൗസാണ്. സമ്മർ വരുമ്പോൾ ഇവിടെ ഇച്ചിരി തണുപ്പൊക്കെ ആണല്ലോ. അപ്പോൾ അതിനുവേണ്ടി നിർമ്മിച്ചാണ്. ഏതായാലും നമുക്ക് അകത്തോട്ട് പോകാം. പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. വാ. അത് ഏകദേശം ഒരു 25 ഏക്കറുണ്ട്. 25 ഏക്കർ. ഇത് 25 ഏക്കർ ഒരു ആർക്കിടെക്ചർ. അതാ പഴയ കാലത്തെ ഒരു ഇതുണ്ടല്ലോ, കൺസ്ട്രക്ഷൻ. അതുകൊണ്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അകത്തൊരു അപ്പച്ചനുണ്ടാണ്. ഏകദേശം അദ്ദേഹത്തോടൊന്ന് പോയി ചോദിക്കാം എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. വാ. ഇതാണ് പഴയ കാലത്തെ നാലുകെട്ടിൻ്റെ ഒരു നമ്മളിപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും അകത്തോട്ട് കയറി നോക്കാം. ഒരു അപ്പച്ചനാണ് ഇതിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഞാൻ കേട്ടേക്കുന്നത് അദ്ദേഹം 10 വർഷം 60 വർഷമായിട്ട് 17-ാം വയസ്സ് വന്നാണ്. അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. വേറെ ആരുമില്ല. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ ഏതായാലും അകത്തോട്ട് കയറി അദ്ദേഹം ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ കൊട്ടാരമൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി കാണുകയും ചെയ്യാം. ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ ഈ അപ്പച്ചൻ. ഇവിടെ നോക്കുന്ന അച്ചായനാണ്. അച്ചായനാണ് വിശേഷം. ആണോ? അച്ഛാ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ആണോ? ഒറ്റയ്ക്കാ? ആണല്ലേ. ഭക്ഷണമോ കാര്യങ്ങളൊക്കെ എങ്ങനെയാ തരുമോ? ചോറ് വെച്ചു വീട്ടിലൊന്ന് കൊടുത്തു. ആണല്ലേ. ഓക്കെ ഓക്കെ. ഇവരൊക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഇവിടെ ഉണ്ടോ? അച്ഛാ ഇവിടെ ഉണ്ടായിരുന്നു? നാലാടെ പണിക്ക് ആണല്ലേ. ശരി ചിത്രത്തുന്ന അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എത്ര വയസ്സുണ്ടെന്നേ?
77 ഞാൻ 17 വയസ്സ്. അപ്പോൾ ഈ അച്ഛനാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്, താമസിക്കുന്നത്. വേറെ ആരും ഇവിടെ ഇല്ല അല്ലേ? ഇല്ല. ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട് നമുക്ക് അല്ലേ? പക്ഷേ ലൈറ്റ് ഒന്നും ഇല്ല. ലൈറ്റ് ഒന്നും ഇല്ല? ലൈറ്റ് രണ്ടും മരിക്കും മറ്റുണ്ട്. ഇല്ല അല്ലേ? വേറെ 2 ബൾബ് 3 ബൾബ് 3 ബൾബ്. ഓക്കെ ഓക്കെ എല്ലാം പോയി. ആണല്ലേ? നമുക്ക് ഷോട്ട് ഇടിയൊക്കെ കത്തിയും. എന്നാ വെച്ചാൽ എല്ലാം എത്തുന്ന എവിടെ വീട്? വീട് കോട്ടയം. കോട്ടയം. ഇത് പഴയ നടുമുറ്റമാണ്. ഏതാ പഴയ നടുമുറ്റമാണ് കണ്ടില്ലേ? പഴയ നടുമുറ്റമാണ് ഇത് കണ്ടോ? ഈ വെള്ളമൊക്കെ വീണ് നേരെ നേരെ വാ. ഇത് പഴയ നടുമുറ്റം അല്ലേ? 4 കെട്ടി. 4 കെട്ട്. അയ്യോ പഴയ കാലത്തെ അല്ലേ? പട്ടിയുണ്ട് കേട്ടോ, കടിക്കുകയല്ലോ അല്ലേ? നേരെ നേരെ. പഴയ കാലത്ത് നോക്കി മഹാരാജ് സെർവൻസ് താമസിക്കുന്ന സ്ഥലമായിരുന്നു അതല്ലേ? ഞാനിവിടെ കിടക്കുന്നേ ആണല്ലേ? അമ്മ മഹാറാണിയൊക്കെ അല്ലേ ഇന്നത്തെ കാലത്ത്? ഇതൊക്കെ പക്ഷെ സംരക്ഷിക്കാനും നല്ലതായിരുന്നു അല്ലേ? അവർ വരലില്ല, 10 കൊല്ലം 6 വരലില്ല. ഇപ്പൊ ഇതാരാ നോക്കുന്നത് ചിലപ്പം? ബാംഗ്ലൂർ കമ്പനി അല്ലേ? അങ്ങനെ ആരും വരലില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കഴിഞ്ഞ ആഴ്ച ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നോ? ഷൂട്ടിംഗ് ഏത് സിനിമ? ഇവിടെ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര വർഷം പഴക്കമുള്ള? 230 വർഷം പഴക്കമുള്ള. 230 വർഷം. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല പറ്റില്ല പറഞ്ഞു. ഈ രാത്രിയിൽ എങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുമെന്ന് എനിക്ക് പേടി. രാത്രി സമയമാണ്. രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയില്ല? 60 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടല്ലേ? 60 കൊല്ലമായിട്ട് അപ്പച്ചൻ ഇവിടെ ഇല്ല മോനെ, ഇതൊന്ന് വരേണ്ടതാ കേട്ടോ അല്ലേ? ഞാൻ ഈ കുട്ടിക്കാനം വഴി ഇഷ്ടംപോലെ സമയത്ത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനൊരു സ്ഥലം ഉള്ളത് കേട്ടിട്ടുണ്ട്, അറിഞ്ഞില്ല. പക്ഷേ നേരത്തെ വരേണ്ടതായിരുന്നു, ഇപ്പോഴേലും വരാൻ പറ്റി. കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട, പണിയാവും. പോയേക്കാം ബാ അല്ലേ? ഇവിടെ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇറക്കമൊക്കെ ഇറങ്ങി ഞങ്ങൾ സമതലത്തിൽ വന്നു. കാഞ്ഞിരപ്പള്ളി എത്തിയപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒരു കുഞ്ചു ആശാന്റെ ഒരു ജാം റോള് കിട്ടുന്ന ഒരു കടയുണ്ട്, ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അതായത് ഞാൻ നേരത്തെ ഈ സാധനം കഴിച്ചിട്ടുള്ള ഒരു 10-15 വർഷം മുമ്പ്. അന്ന് ഈ റോഡൊന്നും ഇത്രയല്ല. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് ജാം റോൾ ഇപ്പോൾ ഉണ്ടോ, കുഞ്ചുവാശ കട തുറന്നിട്ടുണ്ടോ എന്ന് ചെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളി വരുമ്പം ഞാൻ പണ്ട് കാലത്ത് ഇത് കഴിച്ചിട്ടുണ്ട്. ഈ കാഞ്ഞിരപ്പള്ളിയെ സ്ഥലമൊക്കെ മാറിപ്പോയി. ഏതാ ഇവിടെ നേരത്തെ റബ്ബറൊക്കെയായിരുന്നു. ഏതാ അത് ഇവിടെ വരുമ്പം നമ്മൾ കഴിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ജാം റോൾ വേറെ ഒരിടത്തും ഇത് കിട്ടുകയില്ല. ഈ സാധനം ഇതാണ്, ഇത് സ്പെഷ്യൽ ജാം റോളാണ്. ഇതാണോ ഇവിടെ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. ഭയങ്കര ടേസ്റ്റായി സാധനം. കണ്ടോ ഈ സാധനം സൂപ്പർ സാധനമാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചു നോക്കാം അല്ലേ? ഇത് കാഞ്ഞിരപ്പള്ളി നമ്മളിപ്പം ഇത് മേടിച്ചില്ലേ ജാം റോൾ. അത് കഴിഞ്ഞ് കാഞ്ഞിരപ്പള്ളി വരുമ്പം ഈ കാഞ്ഞിരപ്പള്ളി തൊട്ടിപ്പുറ ആശുപത്രിപ്പള്ളിയുടെ തൊട്ടിപ്പുറയുള്ളൊരു സ്ഥാപനമാണ്. പണ്ട് കാലം തൊട്ട് ഞാനിവിടെ കയറുന്നത്. ഇവിടുത്തെ ഈ പുഡിങ് ഭയങ്കര ഫേമസ് ആണ്. ഈ ചെറിയൊരു ഹോം ഗ്രോൺ ആണ് ഇതിൻ്റെ പേര്. തൈകളൊക്കെ വിൽപ്പനയ്ക്കുണ്ട്. ഇവിടുത്തെ കോക്കനട്ട് ഷേക്കൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതായത് നമുക്കൊന്ന് കുടിച്ച് നോക്കാം. അതല്ലേ കുറച്ച് ഹോം ഐറ്റംസ് എല്ലാം ഹോംലി ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞേക്കുന്നത് ഇത് കോക്കനട്ട് ഷേക്ക്. കോക്കനട്ട് ഷേക്ക് ഒന്നാമത്തെ കരിക്കിൻ ജ്യൂസ്, കരിക്കിൻ ഷേക്ക്. ആ തണുപ്പിൽ നിന്ന് മാറി ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ തണുപ്പ്. നമ്മുടെ മനസ്സിൽ ആ തണുപ്പിൽ ഇറങ്ങി ഇപ്പം മനസ്സ് തണുത്തു അല്ല. ഇത് കുടിച്ചപ്പോൾ ചായ കുടിക്കാനാണ് പ്രതീക്ഷിച്ച് ചായക്ക് വരെ ഈ സാധനം കുടിച്ചു. സൂപ്പർ സാധനം കേട്ടോ, കരിക്കിൻ ഷേക്ക്. കൊള്ളാം, അടിപൊളി കരിക്ക് ഷേക്ക്. ഇത് ചോക്ലേറ്റ് പുഡിങ്. ഇതൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ല, വല്ലപ്പോഴും കഴിക്കുന്ന സാധനം. ഇവിടെ വന്നപ്പോൾ ആ കൊതി ഇപ്പം നമ്മൾ അല്ലേ അങ്ങ് തീർക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല ഞാനിപ്പം കൺട്രോളാം, കുഴപ്പമില്ല. നമ്മുടെ വണ്ടി എങ്ങനെയാണ് ഓടിച്ചിട്ട്? വണ്ടി നല്ല വണ്ടിയായിരുന്നു, ക്രിസ്റ്റ ആയിരുന്നു. അതുകൊണ്ട് നല്ല യാത്രാസുഖമായിരുന്നു, അടിപൊളിയായിരുന്നു. യാത്രയായാലും വലിയ വണ്ടി ആയതുകൊണ്ട് സുഖമായിട്ട് പോയി വന്നു. അതിന് പറഞ്ഞാൽ ഉത്തരവ് ഉദ്ദേശിച്ചു നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. നാട്ടിൽ വരുന്ന ആർക്കെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ സമീപിക്കുക അല്ലേ. അവൻ്റെ നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം. എൻ്റെ പേര് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും അല്ലേ? മറക്കണ്ട, നമ്പർ അടി കൊടുത്തേക്കാം. ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ മനോജിന്റെ വീടിൻ്റെ അവിടെ വന്നേക്കാണ്. മനോജ് ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അത് എങ്ങനെയായിരുന്നു? നല്ല നല്ല പുതിയ പുതിയ സ്ഥലങ്ങളെല്ലാം കണ്ടു. നല്ല ക്ലൈമറ്റ്, ചൂടൊക്കെ പൊട്ടി ആയിരുന്നു. അടിപൊളി, സൂപ്പർ. ടൂറേ കിടുവായിരുന്നല്ലോ. ഇനി അടുത്ത പ്രാവശ്യം വെക്കണ്ടേ? അടുത്ത ട്രിപ്പ് വെക്കണ്ടേ? പിന്നെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് ഈ ടീം തന്നെ വരും അല്ലേ? പിന്നെ ഈ ടീം തന്നെ വരും. അതെ.
ഞങ്ങളുടെ ഈ ടൂർ വീഡിയോ അല്ലേ അതുവഴിയൊക്കെ പോയ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട വിശേഷിക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട വിശേഷിക്കുന്നു. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാനുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം.